വെൽക്കം ബാക്ക് ടു ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. നമുക്ക് ഇന്ന് ചെറിയ ഒരു റീഡിംഗ് എടുക്കാം. റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ അകന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എങ്കിൽ, അതായത് വളരെ കാലമായി നിങ്ങൾ അകന്നിരിക്കുകയാണ്. ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിട്ട് അതിൽ ഒരു മനസ്സിന് വേണോ, ഇനിയിപ്പോൾ അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ അത് നമ്മൾക്ക് എന്താണ് ഡിവൈൻ നമുക്ക് തരുന്നൊരു മെസ്സേജ്, അത് വേണോ വേണ്ടേ എന്നുള്ള ആ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു റീഡിംഗ് ആണ് നമ്മളിന്ന് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് എന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ 3 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യം കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയം മുറിഞ്ഞ അവസ്ഥയിലാണ് നിങ്ങൾ രണ്ടുപേരും, ഒരാൾ മാത്രമല്ല. ഒരു പക്ഷേ നിങ്ങളുടെ ഈ കക്ഷി നിങ്ങൾ സ്നേഹിച്ചതിന് ശേഷം വന്നതല്ല ഈ തേർഡ് പാർട്ടി, എക്സ് ആണ് എന്നെടുത്ത് കാണിക്കുന്നു. കാരണം പിരിഞ്ഞിരിക്കുന്ന ഏതോ ഒരവസ്ഥയിൽ ആണ് നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബന്ധം കൊണ്ടുപോകുമ്പോൾ വളരെ ഭംഗിയിൽ, വളരെ സന്തോഷമായിട്ട്, സ്നേഹത്തോടു കൂടി, ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഈ എക്സ് തിരിച്ചു വരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ പിന്നെ തള്ളാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരു പക്ഷേ വൈഫായിരിക്കാം, അതല്ലെങ്കിൽ അതുപോലെ ദൃഢമായ ഏതോ ഒരു ബന്ധത്തിൽ ഉള്ള ആളാണ് ഈ തേർഡ് പാർട്ടി എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് അവരെ പിന്നെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനോ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു നിങ്ങളുടെ പാർട്ട്ണർ എന്ന് കാണിക്കുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിങ്ങൾ രണ്ടുപേരും മാനസികമായി മുറിവേറ്റിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. വളരെയധികം മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥ. നിങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല, അവരെയും തള്ളിക്കളയാൻ കഴിയില്ല, അങ്ങനെ ഒരവസ്ഥ വന്നിരിക്കുന്നു ഇവിടെ എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി അതിശക്തയായ ആളുമാണ്. ഏസ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി അതിശക്തമായ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. അതായത് നിങ്ങളുടെ പിന്നെ പാർട്ടിയെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ കൺട്രോൾ ചെയ്ത് നിർത്താൻ, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് വിട്ട് കളയാതെ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാതെ നമ്മുടെ കയ്യിലേക്ക് നമ്മൾക്ക് സ്വന്തമായിട്ട്, അതായത് തിരിച്ചു വന്നത് നല്ല ഉദ്ദേശവും മാത്രമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പാളിച്ച അവരുടെ ലൈഫിൽ ഉണ്ടാവരുത് എന്ന് കൽപ്പിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ജീവിതത്തിൽ പല നിയന്ത്രണങ്ങൾ വെച്ചിരിക്കുന്നു എന്ന് കാണുന്നു. അതായത് നിങ്ങളുടെ പാർട്ട്ണറുടെ ജീവിതത്തിൽ പല നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് അടക്കി ഭരിക്കുന്ന ആ ഒരു എനർജി ഇവിടെ കാണുന്നു. എന്താ പറയുക, നമ്മളൊരു ഇത് പറയുന്ന കേൾക്കാം അല്ലേ, പഴഞ്ചൊല്ല്, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥ അവിടെ കാണുന്നു. എന്നാൽ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. മജീഷ്യൻ പറയുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ ഇത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണം ഈ ബന്ധം തുടർന്ന് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്തിരുന്നു. നിങ്ങൾ ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും, ഇങ്ങനെ അകന്നു പോകുന്ന ആ ഒരു പല സന്ദർഭങ്ങളിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. ആ ചെയ്യുന്ന സമയത്ത് തിരിച്ചു വന്നിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല, തിരിച്ചു വന്നിട്ട് നിങ്ങളുമായിട്ടൊരു നല്ല ബന്ധമുണ്ടായിരുന്നു, അവിടെ പ്രശ്നങ്ങളുണ്ടാവുമായിരുന്നു, ഇതൊക്കെ നടന്നിരുന്നു. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു ബന്ധം അത് ശാശ്വതമല്ല, എപ്പോഴും ഇങ്ങനെ ഇതുകൊണ്ട് എന്താ കാര്യം എന്ന രീതിയിൽ നിങ്ങളത് വിട്ടുകളഞ്ഞു എന്ന് കാണിക്കുന്നു. അതായത് ആ മജീഷ്യൻ്റെ പവർ നിങ്ങൾ വിട്ടുകളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റിംഗ് പവർ നിങ്ങൾ വിട്ടുകളഞ്ഞു. കാരണം വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ, ഈശ്വരൻ നിശ്ചയിക്കുന്ന പോലെ നടക്കട്ടെ എന്നൊക്കെ കരുതി നിങ്ങൾ പതിയെ പുറകോട്ട് പോയി എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്തു. കാരണം നിവൃത്തിയില്ല,
ഇയാൾക്കും കൺഫ്യൂഷനായി. ഇപ്പം പഴയ പോലെ എന്നോട് ആത്മാർത്ഥത അവർ കാണിക്കുന്നില്ല, അല്ലേ നിങ്ങളുടെ പിന്നെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്ന തോന്നൽ അയാളെയും മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. കാരണം അയാൾക്ക് നിവർത്തിയില്ല, അങ്ങോട്ടും പോകാൻ വയ്യ എങ്ങോട്ടും പോകാൻ മേലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോഴും പക്ഷേ നിങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിപ്പോഴും സാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ സാധിച്ചെടുക്കാം. കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് മാനിഫെസ്റ്റിംഗ് പവർ, മജീഷ്യൻ പവർ ഉള്ള ഒരാളാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങൾക്കത് സാധിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾ ചിന്തിക്കേണ്ടത് വേണോ വേണ്ടേ. നിങ്ങൾക്ക് വേണോ, ആത്മാർത്ഥമായിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് സാധിച്ചെടുക്കാം. മാനിഫെസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് അത് കൊണ്ടുവരാം. അതല്ല വേണ്ട എങ്കിൽ വിട്ടുകളയാം. കാരണം ഇനി ഇതിൻ്റെ പുറകെ നടന്നിട്ട് നമ്മളുടെ ജീവിതം നശിപ്പിക്കേണ്ടല്ലോ എന്ന തോന്നൽ നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.